നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, നിങ്ങൾ മുടക്കിയ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും നാൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് കുറെ പരിഹാസം കേൾക്കും. ഒറ്റ വരിയിൽ ചോദിച്ചോട്ടെ, മുള്ളൻകുട്ടിൽ അഭിനയിച്ചിന് ഇപ്പോൾ കുറ്റം തോന്നുന്നുണ്ടോ? ഇൻട്രോയിൽ തന്നെ ഊക്കാന്നല്ലേ. പലപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ ഞാൻ വളരെ മോശമായി സംസാരിക്കുകയും അണിയറ പ്രവർത്തകർ ഒരു പ്രധാനി എന്നെ ബ്ലോക്ക് വരച്ചു. ഞാൻ ഒരു 1-2 അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരാൾ ഇതേപോലെ മാറിയിരുന്നിട്ട് പറഞ്ഞു, പിന്നെ ഇവിടെ അവതാര സംവിധാനം ചെയ്തിട്ടല്ലേ പുള്ളി വന്നേക്കുന്നത്, അവർ പറയുന്നതാണ് അതിൻ്റെ ശരി, ഞാൻ പറയുന്നതിനേക്കാളും. അവരത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് എനിക്ക് പറയാൻ പറ്റും. സിനിമയുമായി ബന്ധപ്പെട്ട റിവ്യൂസ് വളരെ മോശമായി വന്ന സമയത്ത് അവർ ഭയങ്കര ഹാപ്പിയാണ്. അവർ പറയുന്ന ആൾക്കാരുണ്ടെന്ന് ആ തിയേറ്ററിൽ. അശ്വന്ത് കോക്കിനെ ശക്തമായി തിരിച്ചു കൊണ്ടുവന്ന അഖിൽമാരാറിനെ നിങ്ങൾ സിനിമയുടെ റിവ്യൂ പറയണം. ആ സിനിമ സംവിധാനം ചെയ്തത് ഞാനല്ല, അത് പ്രൊഡ്യൂസ് ചെയ്തത് ഞാനല്ല, ഞാനതിൽ ത്രൂ ഔട്ട് അഭിനയിച്ചിട്ടില്ല. ഈ ലൊക്കേഷനിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരു സ്റ്റോറി ഇല്ല. എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു സ്റ്റോറി പോലും ഇടരുതെന്ന് അവരിൽ ഓരോരുത്തരോടും ഞാൻ പറയുകയും ചെയ്തു. പടത്തിൻ്റെ GCC റിലീസ് ചെയ്യാൻ ചെയ്തു കൊടുത്തു. 100 ഫ്ലെക്സുകൾ കേരളത്തിൽ ഞാൻ എൻ്റെ ചിലവ് വെച്ചതിൽ 50 എണ്ണം ഞാനും സെറീനയും കൂടെ പൈസ മുടക്കി വെച്ചു. ഈ പടത്തിൻ്റെ PRO വിളിച്ചോ, ഈ പടത്തിൻ്റെ കൺട്രോളർ വിളിച്ചോ, ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വിളിച്ചോ, ആരാണ് ഈ പടത്തിന് ഇങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്? ഞാനല്ലേ. 5 പൈസ കൊടുക്കാൻ ഇവർക്കില്ല. ഇവർക്ക് ഓൺലൈനിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. എനിക്ക് വിലയില്ല എന്ന് തോന്നുന്ന ഒരു നിമിഷം ഞാൻ വന്ന് നിങ്ങളുടെ പരിപാടിയിൽ ഫ്രീ ആയിട്ട് ഭാഗമാകാം. എനിക്കൊരു വിലയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം വില പറഞ്ഞ് സംസാരിച്ചിട്ട് ഞാൻ വരാം. അതുകൊണ്ട് സിനിമാ അഭിനയത്തെ എനിക്ക് മുന്നോട്ടുള്ള പോപ്പുലാരിറ്റിയോ സെലിബ്രിറ്റി സ്റ്റാറ്റസോ ആയിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല. എണ്ണം പറഞ്ഞ മാസ് സിനിമകൾ കൊണ്ടും മാസ് നായകന്മാരെ കൊണ്ടും സമ്പന്നമാണ് മലയാള സിനിമ എന്നറിയാം. അക്കൂട്ടത്തിലേക്ക് ഒരു ഹിറ്റ് ചിത്രത്തിൻ്റെ നായക പരിവേഷം കൂടി നമ്മൾ കാണാനിടയാണ്. വിശേഷമായിട്ട് കൂടിയുള്ളത് അഖിൽമാരാറാണ്. നമസ്കാരം. ഇൻട്രോയിൽ തന്നെ ഊക്കാന്നല്ലേ. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ മാസ് പരിവേഷം ബിഗ് ബോസിൽ കണ്ടു, അത് കഴിഞ്ഞിട്ടുള്ള പ്രസ്താവനകളിൽ കണ്ടു, ഇപ്പോൾ അത് തിരശ്ശീലകളിൽ കാണാണ്. ഒരുപക്ഷെ നമ്മൾ കണ്ടു തുടങ്ങുന്ന ഇഷ്ടങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ തിരശ്ശീലയിൽ നിന്നാണ് തുടങ്ങുക അല്ലേ? ഇത് ബാക്കി പരിവേഷങ്ങളൊക്കെ കണ്ടിട്ടാണ് സ്ക്രീനിലോട്ട് വരുന്നത്. കത്തി ജോയ് എന്ത് ഫീൽ ചെയ്യുന്നു? ഹൗ ഡു ഫീൽ നൗ? സത്യസന്ധമായിട്ട് സംസാരിച്ചാൽ പോരെ? സത്യസന്ധമായിട്ട് സംസാരിക്കണം. ഉത്തരേതാത്മനാത്മാന എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട് ഈ ഭഗവത്ഗീതയിൽ. നമ്മളായിട്ട് താറടിച്ച് കാണിക്കരുതെന്നാണ് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഞാൻ യഥാർത്ഥത്തിൽ ആ സിനിമയിൽ അഭിനയിക്കാനുണ്ടായ ഒരു റീസൺ, നമ്മുടെ ആദ്യത്തെ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണമുണ്ട്, ഞാൻ ഇതിലേക്ക് പോകാൻ പറഞ്ഞില്ല. അതങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണമുണ്ട്. പക്ഷെ ആ കാരണം ഞാൻ ഇപ്പോഴും പറയുന്നില്ല. കാര്യം അത് ഞാനല്ല പറയേണ്ടത്, സിനിമയുടെ അണിയറ പ്രവർത്തകർ അത് പറയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഡയറക്ടറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തുകൊണ്ട് വന്നു, അപ്പം നമ്മൾ സാധാരണ സിനിമയിലേക്ക് പോകാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടല്ലോ. ഇപ്പം രോഹൻ സിനിമ ആഗ്രഹിച്ച ആളാണ്. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച്, അതായത് നോർമൽ ഒരു ഓഡിയൻസിനെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് അത്യാവശ്യം പോപ്പുലാരിറ്റി കിട്ടണം, അത്യാവശ്യം പൈസ കിട്ടണം, ഒരു സെലിബ്രിറ്റിയൊക്കെ ആവണം, പിന്നെ അവർ ആഗ്രഹിച്ച മേഖലയിലൊക്കെ നിൽക്കണം. ഇതൊക്കെയാണ് ഓരോരുത്തർക്ക് സിനിമ കൊണ്ട് അവർ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ പറഞ്ഞ എല്ലാം എനിക്കുണ്ടായിരുന്നു. എനിക്ക് ആവശ്യത്തിലധികം പോപ്പുലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്, അതിനെ കൺവേർട്ടായിട്ട് ക്യാഷായി വന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്ന അത്യാവശ്യം സൗഭാഗ്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ മേഖലകളുടെയും ഭാഗമായി അത്യാവശ്യം ലൈം ലൈറ്റിൽ നിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അഡീഷണൽ കിട്ടുന്നത് അഡീഷണൽ ഒരു ക്യാഷ്. അപ്പോൾ അങ്ങനെ ഒരു അഡീഷണൽ ക്യാഷോ കാര്യങ്ങളോ ഞാൻ ഉദ്ഘാടനത്തിന് ചെയ്യുന്ന പൈസ മാത്രമേ ഈ സിനിമയിൽ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ആ സിനിമയിലേക്ക് എത്താൻ എനിക്ക് മറ്റൊരു വലിയൊരു കാരണമുണ്ടായിരുന്നു. കുറച്ചുകൂടി ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു കാരണമായിരുന്നു അത്. അല്ലാതെ ഇതിൻ്റെ കഥ ഞാൻ കേട്ടിട്ടില്ല. ഈവൻ ഇതിൻ്റെ ഡയറക്ടർ ആദ്യം വിളിച്ച സമയത്ത് വളരെ ഡീമോട്ടിവേറ്റ് ചെയ്ത് പുള്ളിയുടെ ഈ ഒരു പ്രോജക്റ്റിൽ ഞാൻ ഒരിക്കലും വരില്ല എന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം പക്ഷേ ഞാൻ പറഞ്ഞ അതാണ് അവർ പറയും. പിന്നെ 2, ഈ സിനിമയിൽ നായകൻ ഞാനല്ല എന്നുള്ള കാര്യം സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു സ്ഥലത്ത് പോലും നായകനാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. രോഹൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത് ആരെ നായകനാണ് അല്ല, പക്ഷേ ഓൾറെഡി അവരെഴുതി വെച്ചതാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ അവസ്ഥ നേരത്തെ ജോജിച്ചേട്ടൻ സംസാരിക്കാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ജോജിച്ചേട്ടനേക്ക് 1, 2, 3 ദിവസത്തേക്കൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കും. ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് അത്യാവശ്യം നല്ല ശമ്പളം പറയും. സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ ഉള്ളൊരു ബെനിഫിറ്റ് മനസ്സിലാക്കിയിട്ട് ഇവർ ചില പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ബൂസ്റ്റ് ചെയ്ത് നായകനായിട്ട് പിന്നീട് ഇവർ അവതരിപ്പിക്കും. അപ്പോൾ ആ സിനിമയുടെ ജയപരാജയങ്ങളും മോശങ്ങളും എല്ലാം ഇവരുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കും. ഇപ്പം ഞാൻ പറയുന്നത് ഒരു സിനിമ, ഞാൻ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെയൊന്നും കുറ്റം പറയത്തില്ല. കാര്യം വളരെ ചെറിയ പൈസയ്ക്ക് അവർ ചെയ്തൊരു സിനിമയാണ്. അവരുടെ സ്വപ്നങ്ങൾ ആണ് അവരുടെ ഈ സിനിമ എന്ന് പറയുന്നത്. അത് ചെയ്യാൻ അവർ പരമാവധി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു. പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ച്
അവരും അല്ലെങ്കിൽ സിനിമ റിവ്യൂ പറയുന്നവരെയൊക്കെ സംബന്ധിച്ച് അവർക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ എക്സ്പെക്റ്റേഷൻ സിനിമ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ വിമർശനം ഉന്നയിക്കും, അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് പങ്കുവയ്ക്കാം. ഞാനതിനോട് 100% യോജിക്കുകയാണ്. പിന്നെ സിനിമയുടെ നിലവാരം എന്ന് പറയുന്നത് അതിന് ചിലവഴിക്കുന്ന പൈസ, അതിൻ്റെ ടെക്നിക്കൽ ടീമിൻ്റെ ബ്രില്യൻസ്, ഇതെല്ലാം ഒരു ഘടകമാണ്. അപ്പോൾ ഇതിനെ നമ്മളൊരിക്കലും ഞാൻ ജയപരാജയത്തോടൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അത്ര ഒരു വലിയ സംഭവമാകുന്നു അങ്ങനൊന്നും ഞാൻ ചിന്തിച്ചിട്ടൊന്നും പോയതല്ല. ഓൾറെഡി നമ്മൾ ഈ പ്രീ പ്രൊമോഷൻ്റെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സിനിമ കമ്മിറ്റ് ചെയ്യാൻ സിനിമ സ്വപ്നം കണ്ടുള്ള ആൾ തന്നെയാണ്, സിനിമ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. അത് കൂടുതലും സംവിധാനം. പക്ഷെ ഇതല്ലാത്തൊരു കാരണമുണ്ട്. ആ കാരണം റിവീൽ ചെയ്യാൻ എനിക്ക് ഇപ്പോൾ പോകുമ്പോൾ എന്നുള്ള രീതിയിലേക്ക് ഇനി എന്തുകൊണ്ട് അത് പറയാൻ എന്തുകൊണ്ട് മടിക്കുന്നു? അല്ല, അതെന്തെന്ന് വെച്ചാൽ ഞാൻ പറയാതെ തന്നെ അവർക്കത് പറയാം. അതായത് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ച ഘടകം എന്താണെന്ന് അവർക്ക് പറയാം. അല്ലെ, അവർക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നോട് നൽകിയ ആ വാക്ക് അവർക്ക് പാലിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അവരത് പറഞ്ഞോളാം, അല്ല, അവരുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കാരണമാണ്. അപ്പോൾ അവരത് മുഖ്യധാരയിൽ വന്ന് സംസാരിച്ചോളുന്നില്ല. അപ്പൊ അത്രത്തോളം തന്നെ മുഖ്യധാരയിലൊന്നും വരേണ്ട സംഭവങ്ങളിൽ എപ്പോഴും ഞാൻ പറയാം. ഞാൻ അവരോട് ചോദിച്ചിട്ട് അവരുടെ സമ്മതം മേടിച്ചിട്ട് ഞാൻ പറഞ്ഞോട്ടെ എന്ന് ഞാൻ ചോദിച്ചിട്ടേ ഞാനത് പറയും. അത് ഞാനിതിപ്പോഴും പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിലയിരുത്തലുകളാണ് ആ സിനിമ. പിന്നെ നമ്മൾ അതിൻ്റെ അണിയറ പ്രവർത്തകർ ആ സിനിമയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രോജക്റ്റിലേക്ക് എത്താൻ ഓരോ റീസൺ ഉണ്ടാകുമല്ലോ. ഇപ്പം ഞാനിപ്പം ഇപ്പോൾ ഷാജി കൈലാസ് സാറ് വിളിക്കുമ്പം ഇനി എത്ര മോശം കഥ അദ്ദേഹം എന്നോട് പറഞ്ഞാലും ഞാൻ സമ്മതിക്കും. കാര്യം എനിക്ക് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് എന്നെ സംബന്ധിച്ച് മുഖ്യം. അല്ലെങ്കിൽ ചില പ്രോജക്റ്റുകൾ നമ്മൾ ഭാഗമാകുമ്പം ചിലപ്പോൾ നമ്മളൊരു വലിയ സുഹൃത്തായിരിക്കും, അവനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, അതായിരിക്കും എൻ്റെ റീസൺ. ചിലത് എനിക്ക് സബ്ജക്റ്റ് ആയിരിക്കും പ്രാധാന്യം, ആ സബ്ജക്റ്റ് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. നമ്മളങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. അതുപോലെ ഒരു കാരണം ഈ സിനിമ ശരിക്കും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നടനായിട്ട് കണ്ടിട്ട്, അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു ഡയറക്ടറായിട്ട് വന്ന ഒരാളാണ്. ഈ സിനിമ എനിക്ക് സ്വീകരിക്കാതിരിക്കാൻ കുറേ കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ സൗഹൃദങ്ങളിൽ വന്നുകൊണ്ടിരിക്കാം, ചിലപ്പോൾ പണമായിരിക്കാം, ചില സമയങ്ങളിൽ നമുക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആരാധകൻ അങ്ങനെ നോ പറയാൻ മടിക്കുന്ന ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നോ പറയുന്നത് മാത്രമല്ല, ഞാൻ വളരെ ആക്ഷേപിച്ച് സംസാരിച്ചു അല്ലേ. അപ്പം അങ്ങനെ ഉള്ള ഒരാൾ സ്വീകരിക്കാതിരിക്കാൻ കുറേ കാരണങ്ങളുണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ട് സ്വീകരിച്ചു? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം രോഹ, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നമ്മളെ ആൾക്കാർ പരിഹസിച്ചേക്കാം. പക്ഷെ നമ്മളെ ആൾക്കാർ പരിഹസിച്ചാലും നമ്മളിലൂടെ മറ്റൊരാൾക്ക് ഗുണം കിട്ടുന്നെങ്കിൽ അയാളുടെ ജീവിതത്തിൻ്റെ സന്തോഷമല്ലേ വലുതെന്ന് ഞാൻ വിചാരിക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ സിനിമ പലവിധ കാരണങ്ങളാൽ തിയേറ്ററിൽ പ്രോപ്പറായിട്ട് എത്താൻ പറ്റാത്ത, പ്രൊമോഷൻ ഇല്ലാതെ വലഞ്ഞപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞത്, ഞാൻ ഒരു ദിവസം പോലും ഇതിൻ്റെ പ്രൊമോഷൻ വരത്തില്ലെന്നാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് ആദ്യമേ ഇവരോട് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, ഞാൻ ഈ പടത്തിൽ വർക്ക് ചെയ്ത ഒരു 20 ദിവസം ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി പോലും ഇട്ടിട്ടില്ല. ഈ ലൊക്കേഷനിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരു സ്റ്റോറി ഇല്ല. എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു സ്റ്റോറി പോലും ഇടരുതെന്ന് അവരിൽ ഓരോരുത്തരോടും ഞാൻ പറയുകയും ചെയ്തു. കാരണം ഞാൻ ഈ സിനിമയിൽ അവന് തന്നെ ആരെയും ബോധിപ്പിക്കാനല്ലായിരുന്നു. പക്ഷേ വേറെ കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ തുടക്കത്തിലേ പറഞ്ഞു, ഇപ്പോൾ ജോയിച്ചേട്ടൻ പോലെയുള്ള 2-3 ദിവസം ഷൂട്ടിന് ഒരു നല്ലൊരു പേയ്മെൻറ്റ് റെമ്യൂണറേഷൻ സംസാരിച്ച ശേഷം അവർ കമ്മിറ്റ് ചെയ്യിപ്പിക്കും. അവരുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പൈസ കൊടുത്ത് അവർ വിളിക്കുന്നത് ഇവരിലൂടെ അവരുടെ ഒരു ഫേസ് വാല്യൂ കണക്കാക്കിയിട്ടാണ് സിനിമ വിറ്റഴിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. മരണം സംബന്ധിച്ചിടത്തോളം മരണം സമീപിക്കുമ്പോൾ ഈ സിനിമ എന്താണെന്നുള്ളതും സിനിമയിലെ കാസ്റ്റിംഗ് എന്താണെന്നുള്ളതും കമ്പാരിറ്റീവ്ലി ഇവരെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഫേസ് വാല്യൂ കൂടുതലാണെന്ന് നല്ല ബോധ്യമുണ്ട് അല്ലേ. അപ്പോൾ എന്നെ വിളിക്കുന്നത് ഈ സിനിമയുടെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടും കൂടിയാണെന്നുള്ള ബോധ്യമുള്ള ഒരാളാണ്. എന്റെ ഫോട്ടോ വെച്ചിട്ട് സിനിമ വിറ്റഴിക്കപ്പെടരുത് എന്ന് പറയുന്നതിനോട് അതാ ഞാൻ പറഞ്ഞത്. ഞാൻ വേണമെങ്കിൽ ഇത് പറഞ്ഞു, ഇതെല്ലാം ഞാൻ സംസാരിച്ചിട്ടുള്ള, ഞാൻ ഇവർക്ക് വാട്സപ്പിൽ അയച്ച വോയിസ് ഉൾപ്പെടെ ഞാൻ പറയാം. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന പയ്യൻ, അവൻ എന്നെ സംബന്ധിച്ച് എനിക്കൊരു അനിയനെ പോലൊരു ചെറുക്കനാണ്. ഞാൻ അവനെ വിളിച്ച് ചോദിച്ച് സംസാരിച്ചപ്പോൾ അവനും പറഞ്ഞു, ചേട്ടാ ഈ പടത്തിൽ വന്നാൽ നമുക്ക് ഭയങ്കര നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ പോകുമ്പോൾ അഭിഷേകും അത് പറഞ്ഞിട്ടുണ്ട്. അഭിഷേക് റീസെൻ്റായിട്ട് അഭിഷേക് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് ഞാനെന്ന് പറയുന്ന ഒരാൾ പ്രയോജനപ്പെടുമ്പോൾ ഞാൻ ഈ സിനിമയിൽ വന്നതുകൊണ്ട് വേറെ ചില പ്രയോജനങ്ങൾ ചിലർക്കുണ്ടാകും എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഞാനിതിൽ ഞാനിതിൽ വന്നു, ഇവർ വളരെ ചെറിയ രീതിയിൽ, ഇവർക്ക് ഇൻഡസ്ട്രി ആയിട്ടൊന്നും വലിയ ബന്ധങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, ഇവരെ വലിയ പൈസയൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച് നടത്തി കൊടുത്തു. ഞാൻ PHF പോലെ, ഫാർസ് ഫിലിംസ് കമ്പനി പോലത്തെ ഒരു കമ്പനിയുമായി പടത്തിൻ്റെ GCC റിലീസ് ചെയ്യാൻ ചെയ്തു കൊടുത്തു. 100 ഫ്ലെക്സുകൾ കേരളത്തിൽ ഞാൻ എൻ്റെ ചിലവ് വെച്ചതിൽ 50 എണ്ണം ഞാനും സെറീനയും കൂടെ പൈസ മുടക്കി വെച്ചു. മൊത്തം 100-ലധികം ഫ്ലെക്സുകൾ ഞാൻ വെച്ചു, എൻ്റെ സുഹൃത്തുക്കളും മറ്റുമൊക്കെ ആയിട്ട് ചേർന്നിട്ട്. ലാലേട്ടൻ, സുരേഷ് ഗോപി, നാദിർ ഷാ, അനൂപ് മേനോൻ, വിജയബാബു തുടങ്ങി മലയാളത്തിലെ എൻ്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരെ കൊണ്ടും ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ അടക്കം ഇടിച്ചു. ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ അത്രയും വലിയ ഒരു പ്രൊമോഷൻ, അതായത് ഒരു വലിയ പടത്തിന് കൊടുക്കേണ്ട രീതിയിലുള്ളൊരു പ്രൊമോഷൻ നമ്മൾ ഇവർക്ക് കൊടുത്തു. എന്നെക്കൊണ്ട്, അതായത് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രൊഡക്ഷൻ ടീമിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായത്തിൻ്റെ മാക്സിമം ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷേ അവരോട് അപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് സിനിമ ഇറങ്ങി ആദ്യത്തെ ഷോ വരെ മാത്രമേ ഞാനിത് ചെയ്യൂ.
ഓക്കെ. ആദ്യത്തെ ഷോ വരെ നിങ്ങൾക്ക്. അപ്പോൾ ഇവർക്ക് 100% ഇവരുടെ കഥയിലും സബ്ജക്റ്റിലും എല്ലാം ഇവർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഇവർക്ക് അതിലൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല. എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ ഞാൻ വളരെ മോശമായി സംസാരിക്കുകയും അവസാനം എന്നെ ബ്ലോക്ക് ചെയ്തു പോവുകയും ചെയ്തു. അതിൻ്റെ അണിയറ പ്രവർത്തകർ ഒരു പ്രധാനി എന്നെ ബ്ലോക്ക് വരെ ചെയ്തു. കാരണം ഞാൻ ഈ സിനിമയെ മോശമാക്കി ചിത്രീകരിക്കുന്നു അവരോട് സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ പേരിലൊക്കെ അങ്ങനെയൊക്കെ ഇവരെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ കരുതി അവർ കോൺഫിഡൻ്റ് അല്ലേ, അവരുടെ അല്ലേ പ്രോജക്റ്റ്, അവരുടെ കഥ, അവരുടെ സിനിമ, അതിൽ അവർ കോൺഫിഡൻ്റ് ആണ്. ഞാനിതിൽ വളരെ ചെറിയ വേഷം മാത്രമേ ചെയ്തുള്ളൂ. ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ഒരു 1-2 അഭിപ്രായം പറഞ്ഞപ്പോൾ അതിലൊരു ഒരാൾ ഇതേപോലെ മാറിയിരുന്നിട്ട് പറഞ്ഞു, പിന്നെ ഇവിടെ അവതാര സംവിധാനം ചെയ്തിട്ടല്ലേ പുള്ളി വന്നേക്കുന്നത്. അപ്പം ഞാനും വിചാരിച്ചു ഞാനിതൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഇങ്ങനൊരു സംഭവം പറഞ്ഞു. അപ്പോഴും ഞാൻ കരുതി എന്തോ ആവട്ടെ, എൻ്റെ ലക്ഷ്യം മറ്റൊന്നാണല്ലോ, ആ ലക്ഷ്യം നടക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കിതൊന്നും ഒരു വിഷയമല്ല, ഞാൻ അങ്ങ് കളഞ്ഞു. പക്ഷേ അതവർ ചെയ്തില്ല. ചെയ്താച്ചതിൻ്റെ കാരണം അവർക്ക് ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് അതെന്നോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യമാണ്. അതാ ഞാൻ പറഞ്ഞത്. അത് അവർ പറയുന്നതാണ് അതിൻ്റെ ശരി. ഞാൻ പറയുന്നതിനേക്കാളും അവരത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് എനിക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ വിത്ത് പ്രൂഫ് എനിക്ക് പറയാൻ പറ്റും. അത് പ്രൂഫ് അടക്കം ഞാൻ ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ പറഞ്ഞു, ഇപ്പോൾ പ്രതീക്ഷയ്ക്കൊത്ത് ഈ സിനിമയുടെ മേക്കിംഗ് നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ അവരുടെ അടുത്ത് ഞാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യേണ്ട സാഹചര്യം വരെ ഉണ്ടാവുന്നു എന്നുള്ളത്. മാരാർ ഈ സിനിമ കമ്മിറ്റ് അപ്പോൾ ബ്ലോക്ക് ചെയ്യാനുള്ള സാഹചര്യം വരെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനപ്പുറത്തൊരു വശത്തേക്ക് ചിന്തിക്കുന്നില്ല. എനിക്കിതിനൊരു ഉദ്ദേശലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ എന്നെ കണക്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്, അത് മാത്രമേ നോക്കുന്നു എന്നുള്ളത്. അപ്പോൾ ശരിക്കും അങ്ങനെ വരുന്നൊരാൾ സ്ക്രിപ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചോ ഇതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചോ ഇതിൻ്റെ ആകെ തുകയെക്കുറിച്ചോ ചിന്തിക്കാത്ത ഒരാൾ പിന്നെ എങ്ങനെയാണ് സിനിമയുടെ റിലീസിനോടനുബന്ധിച്ചിട്ട് അതിൽ ഭയങ്കരമായിട്ട് ആകുലത കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ശരിക്കും റിലീസിൽ ഞാൻ റിലീസിന് സമയം വിരമിക്കും, ഇതിൻ്റെ പോരായ്മകൾ, ഇത് ഇത്രയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു ആകുലത സ്വാഭാവികമായിട്ട് ഇല്ല? എങ്ങനെ കണ്ടന്റ് വൈസോ ഇപ്പൊ അവരായിട്ട് സംസാരിച്ചൊരു തർക്കങ്ങളാണ് ചോദിച്ചത്. നേരത്തെ എഡിറ്റൊക്കെ ചെയ്ത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഓക്കെ, പടം ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടന്റിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യം. സ്ക്രീൻ പ്ലേയിലുള്ള പ്രശ്നങ്ങൾ, ഈവൻ ഞാൻ അഭിനയിച്ച ചില പോർഷൻസ് ഞാൻ ഡബ്ബ് പോലും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നിട്ടുണ്ട്. കാരണം അത് പാടില്ല എന്ന് ഞാൻ പറഞ്ഞു, അത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഈ സിനിമയിൽ ഞാൻ ഈ ബുള്ളറ്റിൽ തേരാപ്പാര നടക്കുന്ന കുറേ സാധനമുണ്ട്. ഇതൊരു പാട്ടിന്റെ മൊണ്ടാഷിന് വേണ്ടി എടുത്തു വെച്ചതാണ് ആക്ച്വലി. ഇതൊന്നും ഞാനെന്താ ചിന്തിച്ചെന്നറിയാവോ, നമ്മൾ ഇതിനകത്ത് 2 മണിക്കൂർ 50 മിനിറ്റുമാണ് ഈ സിനിമ ടോട്ടാലിറ്റിയിൽ ആദ്യം കട്ട് ചെയ്തത്. അതിൽ ഞാനൊരു 25 മിനിറ്റ്സ് എങ്ങാണ്ട് മാക്സിമം ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ സിനിമയിൽ ഇത്രയും മാത്രമുള്ള ഞാൻ എന്തിനാണ്, കാരണം എൻ്റെ തലയിലേക്ക് ഒരു ഞാൻ സ്വപ്നത്തിൽ ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളൊരു വേഷം വന്ന് ചെയ്തിട്ട് പോയി എന്നുള്ളതല്ലേ ഉള്ളൂ. സാധാരണ ഇപ്പോൾ റിവ്യൂ പറയുന്ന ആൾക്കാർ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഈ യൂട്യൂബിൽ സെല്ലിംഗ് പോയിന്റ് ഞാനായതുകൊണ്ട് എല്ലാവരും നമ്മളിലേക്ക് ചുരുക്കി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്കൊരു സന്തോഷമുള്ളത് നമ്മളിലൂടെ അവർക്കും 10 പൈസ കിട്ടുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ യൂട്യൂബേഴ്സ് കാണത്ത പോലുമില്ല. അന്നേരം അവർ ഈ ഞാൻ അവരുടെ അഭിപ്രായത്തെയൊന്നും ഒരിക്കലും മാനിക്കാതിരിക്കുന്നില്ല, അഭിപ്രായത്തെയൊക്കെ ഞാൻ മാനിക്കുന്നു. പക്ഷേ അവരും മനസ്സിലാക്കണം, നിങ്ങൾ സിനിമയുടെ റിവ്യൂ ആണ് പറയുന്നത്, നിങ്ങൾ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിയുടെ റിവ്യൂ അല്ല പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആസാൻ ആക്ടർ ഞാൻ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല, മോശമായെങ്കിൽ മോശമായി എന്ന് പറയാം. പക്ഷേ അങ്ങനെ ആരും അതല്ല അവർ പറയുന്നത്. ഇത് ഞാൻ എഴുതി, ഞാൻ സംവിധാനം ചെയ്ത്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത്, ഞാൻ നായകനെ അഭിനയിച്ചൊരു സിനിമ പോലെ കംപ്ലീറ്റ്ലിയും നമ്മളിലേക്ക് ഫോക്കസ്ഡ് ആണ്. അല്ല, ഒരു സിനിമയുടെ ലീഡ് ആര് ചെയ്യുന്നു? അതല്ല, ലാലേട്ടൻ മമ്മൂക്ക പടം വന്നിട്ടുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ഡയറക്ടറിനും റൈറ്ററിനും പറയണേക്കാൾ ആദ്യം പഴിക്കുക ലാലേട്ടൻ മമ്മൂക്ക തന്നെയാണ്. നമ്മള് ചെയ്യുമ്പോൾ സിനിമയിൽ ഏറ്റവും ഫേസ് വാല്യൂ ഉള്ളത് ആർക്കാണോ. ഇത് ആദ്യം ഇങ്ങനെ എന്നെ നായകനാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാർത്തകളുടെ കട്ടിങ്സ് എനിക്ക് അയച്ചു തന്നു, അഭിഷേകിനെ മാറ്റിയിട്ട്. അപ്പോൾ ഞാൻ ഭയങ്കര അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഇവരുടെ. നിങ്ങൾ എന്ത് കാണിക്കുന്നത്, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഇതിനകത്ത് എങ്ങനെയാണ് ഞാൻ ലീഡാവുന്നത്? അവസാനം അവരിപ്പം റോഹൻ പറഞ്ഞ കണക്ക് ഞങ്ങൾക്ക് അഖിൽമാരാണ് നായകൻ. ഇപ്പം ഞാൻ പറഞ്ഞു ശരി ചെയ്തു അങ്ങനെ പറഞ്ഞ്, അതായത് ഞാൻ പറഞ്ഞില്ലേ, അത് കൺവേർട്ടായിട്ട് അവർക്ക് എന്തെങ്കിലും 10 പൈസ കിട്ടുന്നെങ്കിൽ, നമ്മുടെ മാർക്കറ്റിൽ നമ്മളുടെ ഒരു സാധനം വിറ്റ് അവർക്കൊരു പൈസ കിട്ടുന്നെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇതിന് എന്തെല്ലാം ആ നിർമ്മാതാവിന് ചെയ്തു കൊടുക്കാൻ പറ്റുമോ മാക്സിമം. അവർക്കൊക്കെ 100% അറിയാം. ഞാനൊരാളില്ലായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സംഭവിക്കില്ല. ആരും അറിയില്ല. ഒരു പക്ഷേ സിനിമയുടെ പ്രൊമോഷൻ സമയത്തൊക്കെ നമുക്ക് തന്നെ ആക്ടേഴ്സിനെ ഇവർ വിളിക്കും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ആണെങ്കിലും പ്രൊമോഷൻ പ്രോഗ്രാംസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പക്ഷേ അവനവൻ്റെ പൈസ മുടക്കിയിട്ട് ഇപ്പോൾ ഈ ഫ്ലെക്സുകൾ എത്രത്തോളം വെക്കുന്നു, ബാക്കി പ്രൊമോഷൻ പരിപാടികൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ പരാതികൾ. പ്രൊമോഷൻ എന്നെ ആക്ടേഴ്സിനെ വിളിച്ചാൽ വരുന്നില്ല എന്നുള്ളൊരു പരാതി നടക്കുന്ന ഒരു സമകാലിക. ഞാൻ വേറെ കാര്യം ചോദിനോട് ചോട്ടെ, ഇപ്പം ജിഞ്ചർ മീഡിയയിൽ നമ്മൾ പടത്തിൻ്റെ പ്രൊമോഷൻ വന്നില്ലേ, ഈ പടത്തിൻ്റെ PRO വിളിച്ചോ, ഈ പടത്തിൻ്റെ കൺട്രോളർ വിളിച്ചോ, ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വിളിച്ചോ? ആരാണ് ഈ പടത്തിന് ഇങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്? ഞാനല്ലേ. അതെന്താന്ന് വെച്ചാൽ 5 പൈസ കൊടുക്കാൻ ഇവർക്കില്ല.
ഇവർക്ക് ഓൺലൈനിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. അപ്പം വളരെ ചുരുങ്ങിയ ഒരു പൈസ കൊടുത്തിട്ട് 10,000-20,000 രൂപ കൊടുത്തിട്ട് ഒരു PRO വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാൻ നിങ്ങളെ അത് സഹായിക്കാം, ഞാൻ വിളിച്ച് ഡയറക്റ്റ് സംസാരിക്കാം. അങ്ങനെയാണ് ഇപ്പം സെറീന ഇതിൽ വരുമ്പോൾ അവളുടെ സ്വന്തം ഫ്ലൈറ്റ് ടിക്കറ്റിൽ ആണ് അവൾ ദുബായിൽ നിന്ന് വന്ന് ഈ പടം പ്രൊമോട്ട് ചെയ്തിട്ട് പോയത്. അവളിപ്പോൾ തിരിച്ചു പോകുന്നതിന് 50,000-60,000 വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജാണ്. അവൾ അഭിനയിച്ചതിനെക്കാട്ടിയും കൂടുതൽ 2 ഇരട്ടി പൈസ അവൾ ഇതിനു വേണ്ടി ചിലവാക്കിയ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനത് എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും വിളിക്കുമ്പോഴും എന്തായിരിക്കും ഈ സിനിമയുടെ ഒരു റിസൾട്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരിക്കലും അത് മുൻകൂട്ടി പറഞ്ഞ് ഒരു സിനിമയോ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളെയോ ഒന്നും മോശമാക്കാൻ പാടില്ല. ഇപ്പോൾ ഇത് പറയുന്നത് സിനിമയുടെ റിസൾട്ട് ഏറെക്കുറെ ജനങ്ങൾക്കിടയിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ ഇത് എന്നെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുടെ മെസ്സേജുകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നത് സിനിമയിൽ അഭിനയിച്ചതിന് എനിക്ക് വ്യക്തമായ കാരണമുണ്ട്. ആ കാരണം സാറ്റിസ്ഫൈ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് സിനിമയിൽ അഭിനയിച്ചത്. ആ കാരണം സാറ്റിസ്ഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് കേൾക്കുന്ന പരിഹാസങ്ങളൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ഒറ്റ വരിയിൽ ചോദിച്ചോട്ടെ, മുള്ളൻകുട്ടിൽ അഭിനയിച്ചതിന് ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കുറ്റബോധമൊന്നും ഒരിക്കലും ഇല്ല. എന്തിനാ കുറ്റം? വേണ്ടിയിരുന്നില്ല അല്ല, അങ്ങനെയില്ല. അവർ നന്നായി അവർ വരട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിരുന്ന സജഷനൊക്കെ കേട്ട് അതിനെ അവർ അംഗീകരിച്ച് അവർ പോയിരുന്നെങ്കിൽ മേ ബി നമുക്ക് പറയാം, നമ്മളിപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയാറുണ്ടല്ലോ. നമ്മൾ ഒരുപാട് സജഷൻസ് അവരോട് പറഞ്ഞു. പക്ഷേ സജഷൻസൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പേഴ്സണലി പുച്ഛിച്ചില്ലെങ്കിലും മാറിയിരുന്ന് പുച്ഛിച്ചു. ഇന്ന് സമൂഹത്തിൻ്റെ പുച്ഛം ഞാൻ കേൾക്കേണ്ടി വരുന്നു. ഞാൻ എന്നിട്ട് അവരോട് തന്നെ പറഞ്ഞു, നാളെ നിങ്ങളെല്ലാവരും സേഫാണ്, ഇതിൻ്റെ എല്ലാ പരിഹാസവും ഞാൻ കേൾക്കേണ്ടി വരും. ഞാനൊരു വോയിസ് ഇങ്ങനെ അടുത്തിടെ ഒരാളെടുത്ത് പറഞ്ഞു കൊടുത്തപ്പോഴേ അല്ല അതാ പറഞ്ഞ ഇതൊക്കെ പോട്ടെ. ഞാൻ ഇതിന്റെ എന്തോ പറയാമെന്നേ, എനിക്ക് ഈ പടം ഇറങ്ങി പൊട്ടിപ്പോയി അഖിൽമാരാർ ഇങ്ങനെ ഒരു തൊലിഞ്ഞ പടത്തിൽ പോയി അഭിനയിച്ചു എന്നൊരു പരിഹാസം സോഷ്യൽ മീഡിയയിൽ മൊത്തം എനിക്ക് കിട്ടും. പൈസ നിങ്ങൾക്കാണ് നഷ്ടം വരുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫാണെന്ന് ആലോചിച്ച് വേണമായിരുന്നു നിങ്ങൾ വിജയം. എനിക്ക് ഈ സിനിമ, കാരണം ഞാൻ സിനിമയെ കുറിച്ച് അധികം വാചാലനാകാത്തതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, നിങ്ങൾ മുടക്കിയ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും നാൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളിത് മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലാതെ എനിക്ക് ഒരു എനിക്ക് കുറെ പരിഹാസം കേൾക്കും. കാരണം ഞാൻ ഇതിനകത്ത് ഇത് മുൻകൂട്ടി പറഞ്ഞതാ, അതാണ് ചോദിച്ചത്. കുറ്റബോധമൊന്നുമില്ല. പക്ഷെ അവര് നന്നായിരുന്നെങ്കിൽ എന്നൊരു ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഞാനിത് ഈ നിർമ്മാതാവിന് ഒരു പ്രശ്നവും വരല്ലേ, എന്തായാലും അവർ നമ്മളെ വെച്ചു ഇങ്ങനെ കൊച്ചു പടം ചെയ്തു, അവർക്ക് എങ്ങനെ ഇത് എന്തായാലും ചെയ്തല്ലോ, ഇനിയിപ്പോൾ ഇത് എങ്ങനെയെങ്കിലും മാർക്കറ്റിൽ നിന്ന് കൺവേർട്ടായിട്ട് കിട്ടണം. ഞാനിവിടെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടത്തില്ല. അവസാന നിമിഷം ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് എല്ലാവരും പിന്മാറി. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത്രത്തോളം ദീർഘവീക്ഷണമുള്ള ഒരാൾ, എനിക്കത് ബോധ്യപ്പെട്ടിട്ടും ഞാൻ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ബലിയാടാവായിരുന്നു എന്നുള്ളൊരു ധ്വനി വാക്കുകൾ വരുന്നുണ്ട്. അങ്ങനെയാണ്. അല്ല, ബോധപൂർവ്വം അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അന്ന് ഇത് ചെയ്യുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ നടന്നിരുന്നെങ്കിൽ 100% ഞാൻ സക്സസ് ആണ്. സിനിമ പരാജയപ്പെട്ടോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ പരിഹാസം കേട്ടോട്ടെ, ഞാൻ പ്രശ്നമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് അന്ന് ആ പറഞ്ഞ വാക്കും കൂടെ അവർ പാലിച്ചിരുന്നെങ്കിൽ 100% ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതെന്താണെന്ന് ഞാൻ എടുത്തു പറയാത്തത്, മേ ബി ഈ പറയുന്നൊരു കാര്യം അവർക്ക് ഇനിയും ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളായിരുന്നു. അവരുടെ ബാധ്യതകളൊക്കെ തീർന്ന് അവരല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് കടം പേടിച്ച പൈസകളെങ്കിലും അവർക്ക് കൊടുത്തിട്ടൊരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കിത് ചെയ്യാം. സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു അവർ. അതായത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞവർ ഭയങ്കര ഹാപ്പിയാണ്. സിനിമയുമായി ബന്ധപ്പെട്ട റിവ്യൂസ് വളരെ മോശമായി വന്ന സമയത്ത് അവർ ഭയങ്കര ഹാപ്പിയാണ്. അവർ പറയുന്ന ആൾക്കാരുണ്ടെന്നാ തിയേറ്ററിൽ 60, 70, 80 പേര് ആവറേജ് വരുന്നുണ്ട്. അഖിൽജി ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, യാഥാർത്ഥ്യത്തോട് ഇതുവരെയും പൊരുത്തപ്പെട്ട് വന്നിട്ടില്ലേ? കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ തിയേറ്ററിൽ ആൾ കയറട്ടെ, തിയേറ്ററിൽ ആൾ കയറി സിനിമ കാണട്ടെ, അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭരിക്കുന്നൊരു വരി ഇങ്ങനെയാണ്, അശ്വന്ത് കൂക്കിനെ ശക്തമായി തിരിച്ചു കൊണ്ടുവന്ന അഖിൽമാരാറിനെ. അശ്വന്ത് ആക്ച്വലി പറഞ്ഞ റിവ്യൂവിനോടൊന്നും എനിക്ക് എതിർപ്പൊന്നുമില്ല. അല്ലെങ്കിൽ അശ്വന്ത് എന്നല്ല, ഒരാളും പറഞ്ഞ റിവ്യൂസിനോടൊന്നും എനിക്കൊരു എതിർപ്പുമില്ല കേട്ടോ. അങ്ങനെ അവരെയൊന്നും ഞാൻ ഒരിക്കലും ഈ വിഷയത്തിൽ ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവർ ചിന്തിക്കണം. ഞാൻ പറഞ്ഞത്, ഈ റിവ്യൂ പറയുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സിനിമയുടെ റിവ്യൂ പറയണം. അപ്പോൾ സിനിമയുടെ റിവ്യൂ പറയുമ്പം ആ സിനിമയുടെ സബ്ജക്റ്റ് അത് അഖിൽമാരാരുടെ അല്ല, ആ സിനിമ സംവിധാനം ചെയ്തത് ഞാനല്ല,
അത് പ്രൊഡ്യൂസ് ചെയ്തത് ഞാനല്ല, ഞാനതിൽ ത്രൂ ഔട്ട് അഭിനയിച്ചിട്ടില്ല. അതിൽ എഡിറ്ററെ എഡിറ്റിംഗ് മോശമായെങ്കിൽ എഡിറ്ററെ പറയണം, മ്യൂസിക് മോശമായെങ്കിൽ മ്യൂസിക് ഡയറക്ടറെ പറയണം. അപ്പോൾ പക്ഷേ അതിന്റെ ഫുൾ റിവ്യൂ ഫുള്ളായിട്ട് ഞാൻ എല്ലാ മേഖലയും പറഞ്ഞിട്ടാണ് മാരാറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ മറ്റുള്ളവരുടെ കാര്യം പറയാം. അപ്പോൾ അതായത് ആ ഒരു അതായത് അത് ഈ ടോട്ടാലിറ്റിയാണ് സിനിമ. ഇവരെല്ലാം നന്നായി വരുമ്പോഴാണ് ഒരു നല്ല സിനിമ സംഭവിക്കുന്നത്. അതിനതുപോലെ സാമ്പത്തികവും. എന്ത് തോന്നുന്നു, സിനിമയും സിനിമയിലെ പെർഫോമൻസും മോശമായതുകൊണ്ടാണോ അതോ മുൻപ് കോക്കായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം വിഷയം കൊണ്ടാണോ ഇത്രയും കട്ടിയുള്ള ഭാഷ ഉപയോഗിച്ചത്? ഏതാ തോന്നുന്നത്? ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, കോക്ക് പറയുന്ന ഒരു 80% സിനിമ അഭിപ്രായങ്ങളോടും ഞാൻ ഭയങ്കര യോജിപ്പാണ്. ഞാൻ അശ്വന്ത് കോക്കുമായിട്ട് തന്നെ അഭിപ്രായ വ്യത്യാസം എവിടെ നടത്തിയെന്ന് അറിയാവോ? അശ്വന്തിനോട് ഞാൻ സൂചിപ്പിക്കായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞ കണക്ക് ഞാനൊരു സജഷൻ പോലെ പറഞ്ഞതാണ്, നിങ്ങൾ സിനിമയെ പരിഹസിച്ചോ, സിനിമാക്കാരെ പരിഹസിക്കരുത്. കാര്യം ഈ കലാകാരന്മാരാരും സമൂഹത്തിന് ദോഷം ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ടാക്കുന്നൊരു സാധനമല്ല ഇതൊന്നും. ഒരുത്തനൊരു കഥ എഴുതി വെച്ചാൽ ആ കഥ അതേപടി സിനിമയാവത്തില്ല. ചിലരുടെ സ്ഥിരക്കഥ നല്ലതായിരിക്കും. ഇപ്പോൾ ഈ സിനിമയിൽ പോലും ബാബു ജോൺ എന്ന് പറയുന്ന ഒരാൾ 3 മണിക്കൂർ എഴുതി വെച്ചേക്കുന്ന സ്ക്രീൻ പ്ലേയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതാണ് പക്ഷേ 2 മണിക്കൂറിലേക്ക് ആ സിനിമ ചുരുങ്ങി. അപ്പം ഒരുപാട് കട്ടായിപ്പോയപ്പോൾ ഒരുപാട് സ്ഥലത്ത് ജം കട്ട് വന്നു. പല കഥാപാത്രങ്ങൾക്കും പല സീനുകൾക്കും പ്രാധാന്യങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു. കാര്യം അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അത് അതേ മനോഹരമായി മേക്ക് ചെയ്തിരുന്നെങ്കിൽ 2 മണിക്കൂർ 50 മിനിറ്റ് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അവർ പാളിച്ചകൾ പലയിടത്തും പറ്റിയിട്ടുണ്ട്. പുതിയ ആൾക്കാർ അഭിനയിച്ചത് പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ. അന്നേരം ഇത് ഇപ്പോൾ അശ്വന്ത് പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ വ്യക്തികളെ ഹർട്ട് ചെയ്യാതിരിക്കുക. കാരണം ആരെയും ദ്രോഹിക്കണമെന്ന് വെച്ചിട്ടല്ല എടുത്തേക്കുന്നത്. ഇപ്പം ലാലേട്ടനെ പറ്റി കുറേ പരിഹസിച്ച് അശ്വന്ത് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതേ ലാലേട്ടനെ അതിഗംഭീരമായി പുകഴ്ത്തി തുടരും പോലുള്ള സിനിമ വന്നപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സിനിമകൾ ഇങ്ങനെ മാറി മാറി വരും. അത് നല്ല രീതിയിൽ സംഭവിക്കും. നമ്മൾ ആ സിനിമയെ അങ്ങ് പറയുക. ശരിക്കും ഈ പറച്ചില് ഈ പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തെ എന്നുള്ളൊരു ധ്വനി ഉണ്ടോ? പക്ഷെ പലപ്പോഴും അയൽമാരാറിന് പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ഒരാൾ, ഞാനൊരു സിനിമ സംവിധാനം ചെയ്ത ഒരാളാണ്, അപ്പൊ എനിക്കൊരു അഭിപ്രായം പറയുമ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ഇവരൊക്കെ ഒരു സിനിമയോ ഒരു ഷോർട്ട് ഫിലിം പോലും എടുത്തിട്ടുണ്ടോ, അത് സിനിമ എടുത്തിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു ധ്വനിയുണ്ട്. അങ്ങനല്ല, അത് ആ രീതിക്കല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ സിനിമ റിവ്യൂ എന്ന് പറയുന്നത്, നിരൂപണം എന്ന് പറയുന്നത് ഭയങ്കര മഹത്തായ കലയാണ്. നമ്മൾ നിരൂപണം പറയണമെങ്കിൽ നമ്മൾ ആ മേഖലയെക്കുറിച്ച് പഠിച്ചേ പറ്റൂ, 100% പഠിച്ചേ പറ്റൂ. കാര്യം എഡിറ്റിങ്ങിനെ നമ്മൾ കുറ്റം പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. അല്ലാണ്ട് നമ്മൾ എഡിറ്റിങ്, ഞാൻ പറഞ്ഞത് ആസ്വാദന ശേഷിയിൽ ഒരു സിനിമ കാണുമ്പോൾ പ്രേക്ഷകന് ലഭിക്കുന്ന ആസ്വാദനത്തെ നിങ്ങൾക്ക് വിമർശിക്കാം. അതിന് നിങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. വെറും കൂറ പടം ഒരു കുഴപ്പമില്ല, നല്ല പടം പറഞ്ഞോ, ഒരു കുഴപ്പമില്ല, അഭിപ്രായമായിട്ട് മാറണം. അതേസമയം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വിമർശിക്കുകയാണെന്ന് വെച്ചോ, അതൊക്കെ ആസ്വാദന തരത്തിൽ ഇതെല്ലാം വിമർശിക്കാം കേട്ടോ. നമ്മുടെ ആസ്വാദനത്തെ ബോറടിപ്പിക്കത്തക്ക ഏത് ടെക്നിക്കാലിറ്റിയെ നമുക്ക് വിമർശിക്കാം. പക്ഷേ അതിന്റെ ടെക്നിക്കാലിറ്റി പറഞ്ഞ് നമ്മൾ വിമർശിക്കണമെങ്കിൽ 100% അറിഞ്ഞല്ലേ പറ്റൂ. പണ്ടൊരിക്കൽ അല്ലെങ്കിൽ മനുഷ്യ ഒരു 2-2.5 മണിക്കൂർ സിനിമ കണ്ടതിന് അപ്പുറത്തേക്ക് ഒരു എന്റർടൈനറാണ്, 2.5 മണിക്കൂർ ചെലവഴിക്കണം എന്ന് ചിന്തിക്കുന്ന അപ്പുറത്തേക്ക് അവനവനെ ഓരോ വിഭാഗത്തെയും കുറിച്ചും കാര്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും അറിയാനും പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി നമ്മൾ പോകുന്നത് അല്ലേ. അപ്പോൾ അതിനെ അത്രത്തോളം അത് ഡെവലപ്ഡ് ആണ്. അപ്പോൾ ഒരു പക്ഷേ ആകെ തുക സംസാരിക്കുന്നതിൻ്റെ റിവ്യൂ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ ഓരോ മേഖലയെ കുറിച്ച് സംസാരിക്കാം, പെർഫോമൻസ് സംസാരിച്ചേക്കാം, DOP-നോട് സംസാരിച്ചേക്കാം എന്നുള്ളത്. അപ്പോൾ അവൻ ഇതിനെ ആദ്യമായിട്ട് പഠിക്കണം, ഇതവൻ ചെയ്താലേ ഇത് പറയാൻ പറ്റൂ എന്ന് പറയുന്നിടത്ത് എല്ലാം അറിയുന്നവരാവുന്നില്ലല്ലോ. എല്ലാം ഒരിക്കലും ഞാൻ നാളിതുവരെയും എൻ്റെ വിമർശനത്തിൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ പറഞ്ഞത് മറ്റുള്ളവരാണ്, ലാലേട്ടൻ ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വിമർശനത്തിൽ പറഞ്ഞത്, നിങ്ങൾ വ്യക്തികളെ പരിഹസിക്കാതിരിക്കുന്ന. ഞാൻ അന്നത്തെ എൻ്റെ അഭിപ്രായം പോലും പറയുന്നത് ഉദയേട്ടനെയും വി ഉണ്ണികൃഷ്ണൻ സാറിനെയും അല്ലെങ്കിൽ സിനിമയിലെ മറ്റു പലരെയും വ്യക്തിപരമായി ആക്ഷേപിച്ച് സംസാരിച്ച അശ്വന്തിന്റെ റിവ്യൂവിനെയാണ് ഞാൻ പറഞ്ഞത്. സിനിമ റിവ്യൂവിനെ പറ്റി ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. മാത്രമല്ല സിനിമ എടുത്തിട്ട് വിമർശിക്കുന്നു എന്നുള്ളൊരു വാക്ക് ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് സിനിമ ഷോർട്ട് ഫിലിമെങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കൂ എന്ന്. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിൽ അതിന്റെ കോൺടാക്ട് മേ ബി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇനി എടുത്തിട്ട് വിമർശിക്കൂ, പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്നുള്ള അർത്ഥത്തിൽ ഞാനെങ്കിലും പറയാറില്ല. പഠിക്കുക എന്ന് ഞാൻ പറഞ്ഞത് കുറച്ചു മുമ്പ് പറഞ്ഞു നടക്കാം. നമ്മളൊരു പർട്ടിക്കുലർ കാര്യത്തെ വിമർശിക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അറിയണ്ടേ എന്ന് പറയുന്നത് മീനിങ്ങിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് വാക്കുകൾ എങ്ങനെയായിരുന്നു, അതായത് ഒരു സിനിമയെങ്കിലും എടുത്തിട്ടുണ്ടോ ഇവരൊക്കെ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം പോലും എടുക്കാൻ തയ്യാറായിട്ടുള്ളവരോ ചെയ്ത് കാണിച്ചവരാണോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് എടുത്ത് കാണിച്ചാൽ നിന്റെ യോഗ്യത തെളിയിച്ചിട്ട് നീ വിമർശിക്കുന്നു എന്നുള്ള വാക്കുകൾ വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊരു മേഖല, ഇപ്പോൾ നമ്മളൊരു സർജറി കാര്യങ്ങളായിട്ട് പോകണം, ഒരു ഹോസ്പിറ്റൽ സംഭവം പോകണം, നമുക്കൊരു എമർജൻസി പോകണം, ചിലപ്പോൾ ആൾ ചെയ്തിട്ടുള്ള നല്ല രീതിയിലേക്കുള്ള സർജൻ ആയിരിക്കാം. നമുക്ക് ആ സംഭവത്തെ എന്തെങ്കിലും സർജറി സമയത്ത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് അവൻ ആക്കിയിട്ട് ഡോക്ടർ പറയാണ്, നിങ്ങൾ ഇതിനെ കുറിച്ച് സർജറി പഠിച്ചിട്ട് വായോ, എന്നിട്ട് വിമർശിക്കാൻ പറയാൻ പറ്റും, ആള് കത്തുപോകും. ഇതെല്ലാം നമ്മൾക്ക് അനുഭവപ്പെടുന്നതാണ് നമ്മൾ പറയുന്നത്.
ഇപ്പം ഒരു പർട്ടിക്കുലർ രാഗം കേട്ടിട്ട് ആ രാഗത്തെക്കുറിച്ച് നമ്മൾ വിമർശിക്കണമെങ്കിൽ ആ രാഗം എന്താണെന്ന് നമ്മൾ അറിയണം. എങ്കിലേ അതിൻ്റെ നൊട്ടേഷൻസ് യൂസ് ചെയ്ത് ശരിയാണോ തെറ്റാണോ നമുക്കറിയാൻ പറ്റൂ. അതേസമയം അത് കേട്ടിട്ട് ഈ എന്തൊരു കൂറ പാട്ടാണ് ഇത് പറയുന്നതിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതേസമയം നമ്മൾ ഈ സിനിമയിൽ ഇന്ന ഞാൻ കേട്ടൊരു പാട്ട്, ആ പാട്ടിൽ ഉപയോഗിച്ചേക്കുന്ന ഇപ്പോൾ ആനന്ദഭൈരവി എന്ന രാഗം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു നല്ല രാഗമായിക്കോട്ടെ, ആ രാഗത്തിനകത്ത് ഒരു വിമർശനം നമ്മളതിൻ്റെ മ്യൂസീഷ്യനെയോ നമ്മൾ വിമർശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കിയിരിക്കണ്ടേ, അറിയണ്ടേ. അതേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇവർ വന്നിരുന്നിട്ട് അൾട്ടിമേറ്റ്ലി ഇവർക്ക് ഇവരുടെ ലൈഫാണ്, ഇവർക്ക് ഇവരുടെ കണ്ടൻറ്റ് വേണം, ഇവർക്ക് ജീവിക്കണം, എല്ലാവർക്കും ജീവിക്കണം. അതിന് സിനിമ ഒരു കാരണമായി മാറുകയാണ്. സിനിമ ഉണ്ടായതുകൊണ്ട് റിവ്യൂവേഴ്സ് ഉണ്ടാവുന്നു, റിവ്യൂവേഴ്സ് ഉണ്ടായതുകൊണ്ടല്ല സിനിമ ഉണ്ടായത്, സിനിമ ഉണ്ടായതുകൊണ്ടാണ് റിവ്യൂവേഴ്സ് ഉണ്ടാവുന്നത്. നാളെയും ഒരുപാട് ചെറുപ്പക്കാർ സിനിമയ്ക്ക് പിന്നാലെ കഷ്ടപ്പെട്ട് അവരെങ്ങനെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടന്നൊരു സിനിമ ഉണ്ടാക്കുന്നത് നന്നാവണമെന്നൊന്നുമില്ല. ഈ ആസ്വാദനം ഒരാളിലുള്ള സിനിമയിലുള്ള പ്രതീക്ഷയും കൂടി കണക്കാക്കുന്നു, അല്ലെങ്കിൽ അതൊരു മാനദണ്ഡമാണെന്ന് തോന്നുന്നുണ്ടോ? ഞാനൊരു റിവ്യൂ വീഡിയോയിലേക്ക് പോകാം. ഈ വാക്കുകളിൽ കറക്റ്റ് ആൾ പറയുന്നൊരു കാര്യമുണ്ട്. പുള്ളി ഇതുപോലത്തെ ഒരു പടങ്ങൾ ചെയ്യല്ലേ, അതായത് പടത്തിന് മോശമായിട്ട് ആൾ ഓപ്പണായിട്ട് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ പുള്ളി വിശ്വസിച്ചിട്ട് പുള്ളിയിലുള്ള ഒരു പ്രതീക്ഷയും കൂടിയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ അതാ ഞാൻ നേരത്തെ കൂട്ടിച്ചേർത്ത്, ഈ ആസ്വാദനം എന്ന് പറയുന്ന സംഭവം ഒരു വ്യക്തിയിലുള്ള പ്രതീക്ഷയും കൂടി ആയിട്ട് മാറുന്നത്. അത് സത്യം പറഞ്ഞ രോഹ, എനിക്കൊരു ഭയങ്കര തിരിച്ചറിവായിരുന്നു ഈ സിനിമ. അതായത് ഞാൻ എല്ലാവരുടെ പറഞ്ഞത് എന്താണെന്നറിയാമോ, സിനിമയെക്കുറിച്ചിട്ട് മോശമൊക്കെ പറയും, ചിലപ്പോൾ എൻ്റെ ഏരിയയൊക്കെ അഖിൽ കുഴപ്പമില്ലാതെ ചെയ്തു, അയാളെ ഒരു നല്ല ഡയറക്ടറായി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ നല്ല സിനിമ ചെയ്തേക്കും, ഇതിപ്പോൾ ഒരു ചെറിയ ടീമല്ലേ, കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ ഇവരിൽ പല ആൾക്കാരും അഭിപ്രായം, ഈവൻ നമ്മുടെ കുറേ ഫാൻസ് പിള്ളേർ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേര് മെസ്സേജ് ഇതേ അഭിപ്രായം. അയ്യോ അഖിലേട്ടനെ പ്രതീക്ഷിച്ചാൽ ഞങ്ങൾ പോയി കണ്ടത്, ഞങ്ങൾ 10 പേർക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കണ്ടു, അങ്ങനെ കണ്ടു, ഇങ്ങനെ. ഞാൻ എൻ്റെ അമ്മ ഇപ്പം ഞാനന്നേരം ഫസ്റ്റ് പറഞ്ഞെന്നറിയോ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വിജയും അല്ലെങ്കിൽ രജനീകാന്തും ഒക്കെ ഒരു സമയത്ത് ഈ ആരാധകർക്ക് വേണ്ടി സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പരിഹസിക്കാറില്ലേ. കാരണം അവരെ ഇഷ്ടപ്പെടുന്നവരെ തൃപ്തിപ്പെടുത്തിയേ പറ്റൂ, അതൊരു വലിയ ബാധ്യതയാണ്. ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ അന്ന് ഫസ്റ്റ് ഞാൻ ചിന്തിച്ചതാ. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന അവർ തിയേറ്ററിലേക്ക് വരുന്നു. അശ്വന്ത് ഗോക്കിനെ ഞാൻ തമ്മിൽ ഫോണിൽ സംസാരിച്ചു കേട്ടോ, റിവ്യൂവിന് ശേഷം. ഞാൻ റിവ്യൂ ഇട്ടത് കേട്ടില്ല. ഇപ്പം ഞാൻ അശ്വന്തിനെ വിളിച്ചു റിവ്യൂ ഇടുന്നതിന് മുമ്പ്. അത് റിവ്യൂ എനിക്ക് ആരോ ലിങ്ക് അയച്ചു, ഞാൻ റിവ്യൂ കേൾക്കാതെ വിളിക്കുന്നത്. ഞങ്ങൾ 10-22 മിനിറ്റ് സംസാരിച്ചു. അപ്പോൾ 22 മിനിറ്റ് സംസാരിച്ചപ്പോഴും ഞാൻ അശ്വന്തിനോട് പറഞ്ഞത് ഇത് എന്തുകൊണ്ട്, അപ്പം നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ. അപ്പോഴാണ് അശ്വന്ത് എന്നോട് പറഞ്ഞത്, അല്ല മാരാർജിയുടെ എല്ലാം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, മാരാർജി എഴുതുന്നതെല്ലാം ഞാൻ വായിക്കും, നിങ്ങളെ വീഡിയോസ് ഞാൻ കേൾക്കും, അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ടൊരു സിനിമ ചെയ്താൽ മതിയായിരുന്നു എന്ന സജഷനായിരുന്നു എനിക്കുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അശ്വന്ത് ഗോക്കിന്റെ മംഗൾത്ത് പ്രയോഗത്തിനെതിരെ പറഞ്ഞിട്ട് അവസാനം നമ്മുടെ സിനിമയ്ക്കെതിരെ തന്നെ. അല്ല അത് സന്തോഷമല്ലേ, അതൊരു നമ്മുടെ വളർച്ചയല്ലേ. ഇപ്പം നമ്മളെ ഒരുപാട് പേര് വിമർശിക്കുന്നെങ്കിൽ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്, നമ്മൾ അത്രയും വളർന്നില്ലേ. എന്നിട്ട് അശ്വന്ത് പറയുന്നുണ്ട്, നിങ്ങളൊരാളുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ പോയി കണ്ടത്. ഇപ്പോൾ പല ആൾക്കാരും മേ ബി സിനിമ കണ്ടത് ഞാനുണ്ടായതുകൊണ്ട്, അതാണ് എൻ്റെ ആദ്യത്തെ സക്സസ്. അശ്വന്തിനെ പോലുള്ള ആൾക്കാർക്ക് റിവ്യൂ ഇടത്തക്ക രീതിയിൽ നമ്മൾ വളർന്നല്ലോ, അതാണല്ലോ ആദ്യത്തെ സക്സസ്. ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. അന്നേരം അവരെല്ലാവരും ഇതേപോലെ ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്കിപ്പം ഇത് എന്താ പറയുക, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഞാൻ പറയാതെ തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറയണം. അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷം നമ്മളെ വിമർശിക്കുന്നവർക്കടുത്ത് നമ്മൾ ന്യായീകരിച്ചിട്ട്, ഇത് ന്യായീകരണമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ബേസിക്കലി ഈ ഒരു യാഥാർത്ഥ്യം ഇന്നതായിരുന്നു സംഭവിച്ചത് എന്ന് കരുതിയിട്ട് ഇതിൽ ഞാനെന്തോ അങ്ങ് മലമറിച്ചെന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. ഇനി ആജീവനാന്തകാലം ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് പണ്ടും എൻ്റെ സ്വപ്നങ്ങളിൽപ്പെട്ടതല്ല, ഇപ്പോഴും എൻ്റെ സ്വപ്നങ്ങളിൽപ്പെട്ടതല്ല. ഞാനൊരു ഇൻ്റർവ്യൂ ഉദ്ഘാടനം ചെയ്താൽ എനിക്ക് കാശ് കിട്ടും, ഞാൻ നാളെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്താൽ എനിക്ക് കാശ് കിട്ടും, എനിക്ക് കാശ് കിട്ടിയെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റും. ഇന്ന് രാവിലെ ഏതോ ഒരു ബിസിനസ് പേജിൽ നിന്ന് എനിക്കൊരു ഇത് വന്നു, അവരുടെ എന്തോ ഒരു പരിപാടിയുടെ ഭാഗമാകണം, അത് അങ്ങനെ ഇങ്ങനെയാണ്, കുറേ സെലിബ്രിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു, എനിക്ക് വിലയില്ല എന്ന് തോന്നുന്ന ഒരു നിമിഷം ഞാൻ വന്ന് നിങ്ങളുടെ പരിപാടിയിൽ ഫ്രീ ആയിട്ട് ഭാഗമാകാം. എനിക്കൊരു വിലയുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ച് നടത്തോളം കാലം വില പറഞ്ഞ് സംസാരിച്ചിട്ട് ഞാൻ വരാം. കാരണം എങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ.
അതുകൊണ്ട് സിനിമ അഭിനയത്തെ എനിക്ക് മുന്നോട്ടുള്ള പോപ്പുലാരിറ്റിയോ സെലിബ്രിറ്റി സ്റ്റാറ്റസോ ആയിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല. നാളെ ഒരാളെ വിളിച്ചിട്ട് അയാൾക്ക് ഞാൻ മാർക്കറ്റിൽ ഉപയോഗിക്കാൻ പറ്റത്തക്ക ഒരു പ്രോഡക്റ്റ് ആണെന്ന് തോന്നുകയെന്ന് വെച്ചോ, അയാൾ എന്നെ വിളിക്കട്ടെ, ഞാൻ പോയി അഭിനയിക്കും. പോയി അഭിനയിക്കുന്ന സിനിമ നല്ലതോ മോശമോ ഇതൊന്നും നമ്മളെ മാറ്ററേ അല്ല. നല്ലത് പറഞ്ഞാൽ സന്തോഷം, മോശം പറഞ്ഞാൽ സന്തോഷം. ഞാൻ നാളിതുവരെയും എൻ്റെ ലൈഫിൽ ജയപരാജയങ്ങളില്ല. സത്യം, എനിക്ക് ജയപരാജയങ്ങളില്ല. എനിക്ക് എപ്പോഴും ജയം മാത്രമേ ഉള്ളൂ. ഈ അതായത് മറ്റൊരാൾ ഞാൻ പരാജയപ്പെട്ടു എന്ന് കരുതുന്ന ഓരോ കാര്യങ്ങളും ബേസിക്കലി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പം 2015 ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കാനിരുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മറ്റൊരാൾക്ക് സീറ്റ് കൊടുക്കുന്നു. അതിനകത്തൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറുന്നു. ഞാൻ മത്സരിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ഇന്നയാളെ മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിക്കുന്നു. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്തായ സമയത്ത് ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന പാർട്ടിക്കാരൻ ചെറുക്കൻ അല്ലെങ്കിൽ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് നാട്ടുകാർക്കിടയിൽ ഇവൻ നശിച്ചു പോയി എന്നൊരു പ്രതീതി ഉണ്ടാകുന്നു. ഇന്ന് അതേ ആൾക്കാർ തന്നെ പറയുന്നു, അന്ന് ഇവിടെങ്ങാനും മത്സരിച്ചായിരുന്നെങ്കിൽ ഇവൻ ബ്ലോക്ക് പഞ്ചായത്തിൽ കിടന്ന് നശിച്ചു പോയായിരുന്നു. കാര്യം ഞാൻ മത്സരിച്ചാൽ ജയിക്കും. അപ്പം ജയിച്ചായിരുന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് നശിച്ചു പോയാൽ. അപ്പം നീ പാർട്ടിയിൽ നിന്ന് പുറത്ത് പോയതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നു. ഞാൻ 2000 പാർട്ടിക്കോ അതോ അഖിലേട്ടനോ? മേ ബി 2 പേർക്കും. ഞാനതെന്ന് പറയുന്നത് 2 പേർക്കും നല്ലതാവാം. ഇപ്പം ഇന്ന് അവരുടെ തന്നെ പല പരിപാടികൾ എന്നെ അതിഥിയായി ക്ഷണിക്കുന്നു. ഈ 2020 എൻ്റെ സിനിമ പരാജയപ്പെടുന്നു. 2021 സിനിമ പരാജയപ്പെടുന്നു. ആ സിനിമ ഒരു ആവറേജ് വിജയമെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ പോയി വീണ്ടും ഒരു സിനിമ ചെയ്തേനെ. സിനിമ ചെയ്താൽ ഒരിക്കലും ഇതുപോലെ ഫിനാൻഷ്യലി രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതെല്ലാ വലിയ സംവിധായകരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സംവിധായകൻ എന്ന നിലയിൽ കിട്ടുന്നതിനെക്കാട്ടി എത്രയോ വലിയ രീതിയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഈ പറഞ്ഞതെല്ലാം നേടിയെടുത്തത് ബിഗ് ബോസിലേക്ക് പോയതുകൊണ്ടാണ്. ആ സിനിമ വിജയിച്ചായിരുന്നെങ്കിൽ ഞാൻ ബിഗ് ബോസിലേക്ക് പോകില്ല. അപ്പോൾ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് പേര് പരിഹസിച്ചു. അന്നും ഒരു വലിയ രസമുണ്ട്. ജോജു ജോർജിനെ പോലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു നടൻ, ഒരു സൂപ്പർ സ്റ്റാറായിട്ട് തന്നെ നിൽക്കുന്ന സമയമാണ് അദ്ദേഹം വന്നത്. കാര്യം ഈ പൊറിഞ്ചു മറിയും നായാട്ടും തുടർച്ചയായി 3 പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റൊക്കെ അടിച്ച് നിൽക്കുന്ന ജോജു ജോർജ് നമ്മുടെ സിനിമയിൽ വരുന്നു. ആ ജോജുവിനല്ല നെഗറ്റീവ്സ് എനിക്കാ. അന്ന് സംവിധായകനെയാണ് തെറി വിളിച്ചത്. പിന്നെ ഇന്നിപ്പം അരമണിക്കൂർ അഭിനയിച്ച് എന്നെ തെറി വിളിച്ചത്. അപ്പം രണ്ടിടത്തും തെറിവിളി ഞാൻ കേൾക്കുന്നത് വിഷയങ്ങളായിട്ട് വരുമ്പോഴാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ ഇരട്ടയുടെ വിഷയം വന്നപ്പോഴാണെങ്കിലും പോലും അതിന് സംസാരിക്കാൻ അയൽമാരാറുണ്ടായിരുന്നു. അയൽമാരാനൊപ്പം പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ ഒരു സുഹൃത്തായിട്ടുള്ള സംസാരിക്കാൻ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ മിണ്ടാറ് പോലും ഇല്ല. അതായത് കുറവാണെന്നുള്ള സമയത്ത് അത് പണി ഇറങ്ങിയ അങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ, അല്ലെങ്കിൽ ഏത് സമയത്തുണ്ടായിരുന്ന ഒരാൾ അഖിൽമാരാറിന്റെ ഒരു പടം വന്നപ്പോൾ ജോജിയുടെ വാക്കുകളോ പോസ്റ്റ് ഉണ്ടാവാൻ എന്തുകൊണ്ടാണ്? ജോജിയുടെ നേരത്തെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ജോജിയുടെ അയച്ചു പോലും കൊടുത്തിട്ടില്ല. ജോജിയുടെ ഞങ്ങൾ തമ്മിൽ അരമണിക്കൂർ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വിളിച്ച് ഞങ്ങൾ സംസാരിച്ചേ ഉള്ളൂ. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഈ എന്താ പറയുന്നത്, ഒരു തവണ ഒരാളിട്ടു, പുള്ളി നേരത്തെ എൻ്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. എപ്പോഴും അയച്ചു കൊടുത്ത് എന്തിനാണ് പുള്ളിയെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ ഇവർ ഇൻഡസ്ട്രി പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഒരു തവണ അവരിട്ടാൽ മതി. അല്ലെങ്കിൽ ഇവർ നാളെ ഇവരുടെ പടങ്ങളെല്ലാം ഇറങ്ങുമ്പോൾ 10 തവണ എനിക്ക് അയച്ചു തരും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ടൈം ലൈൻ മുഴുവൻ സിനിമയായിട്ട് മാറും. നമ്മളാരെയും ബുദ്ധിമുട്ടിക്കത്തില്ല. പക്ഷേ ഒരു തവണ നമ്മൾ അയച്ചു കൊടുക്കും. ചോദിച്ചിട്ട് ഒരു തവണ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുറേ നേരമായിട്ട് സിനിമ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ അതിൽ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. 2 മൊമെൻ്റ് ജീവിതത്തിൽ ഏറ്റവും വലുതുണ്ടായി. ഒന്ന് ബിഗ് ബോസ് വിന്നറായിട്ട് കൊട്ടാരക്കരയിൽ വന്നിറങ്ങിയ ഒരു മൊമെൻറ്റും, നായകനായിട്ട് സിനിമ എന്നുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ റിലീസും കൊട്ടാരക്കരയിൽ പോയി കാണുന്ന ഒരു മൊമെൻറ്റ് കുറച്ച് സ്പെഷ്യൽ ഏതാ? അല്ലാതെ ബിഗ് ബോസ് വിന്നർ എന്ന് പറയുന്ന മൊമെൻ്റ് തന്നെയാണ് തീർച്ചയായിട്ടും. കാര്യം ഞാൻ ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റ്, ഞാൻ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് എൻ്റെ നാട്ടുകാർക്ക് കൊടുത്ത പ്രോജക്റ്റൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞത് കണക്ക് എനിക്ക് സിനിമയ്ക്ക് പോകാൻ കാരണമുണ്ട്. ഞാൻ അങ്ങനെ ഒരു പ്രോജക്റ്റായിട്ട് വരും. ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, നിങ്ങൾ ഉറപ്പായും പോയി കാണണം. നേരത്തെ പറഞ്ഞ പോലെ വിജയും രജനീകാന്ത് ഒക്കെ ചെയ്യണ പോലെ ഫാൻസിനെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ ഒരു പ്രോജക്റ്റ് ഞാൻ ഉണ്ടാക്കിയാൽ ഞാൻ തന്നെ വന്നിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയും, നിങ്ങൾ പോയി കാണണം. ഇനി കണ്ടിഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ ടിക്കറ്റിൻ്റെയും പൈസ ഞാൻ തിരിച്ചു തരാം. ആ കോൺഫിഡൻസിന് അപ്പുറത്തേക്ക് എനിക്കൊന്നും തരാൻ പറ്റത്തില്ല എന്ന് പറയുന്ന രീതിയിൽ കോൺഫിഡൻസ് ആയിട്ടൊരു പ്രോജക്റ്റുമായിട്ട് വരാൻ കഴിയണമെന്നുള്ളതാണ് പ്രാർത്ഥന. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു സിനിമ 2-2.5 മണിക്കൂർ വരുന്ന ഒരു സിനിമയിൽ തന്നെ ഒരു അവസാനം 20 മിനിറ്റ് നന്നായെങ്കിൽ ആ സിനിമ മൊത്തത്തിൽ നന്നായി എന്നൊരു അഭിപ്രായം ഉണ്ടോ? ഇപ്പോൾ അഖിലേട്ടൻ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയെല്ലാം നോക്കണ്ട, അവസാനം 20 മിനിറ്റ് നന്നായോ നല്ലതല്ലേ? ശരിക്കും അതല്ലല്ലോ ശരിക്കും സിനിമയുടെ വിജയം. ഞാൻ പറഞ്ഞത് എനിക്കൊരു അവസാനത്തെ ഒരു 20 മിനിറ്റ് എനിക്ക് കുറച്ചും കൂടെ ഒരു സംതൃപ്തികരമായിട്ട് ഫീൽ ചെയ്തു. ബാക്കിയുള്ള ഒരുപാട് ഏരിയകളിൽ മിക്സഡ് അഭിപ്രായങ്ങൾ വന്നേക്കാം. അതാ ഞാൻ എന്നോട് ഒരു അഭിപ്രായം ചോദിച്ചാൽ വരത്തപ്പോൾ ഞാൻ ആരോട് പറഞ്ഞത്, എനിക്ക് അവസാനത്തെ ഒരു 20 മിനിറ്റ് തൃപ്തികരമായിരുന്നു. മറ്റുള്ള സ്ഥലമൊക്കെ എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ട് അനുഭവപ്പെട്ടേക്കാന്ന്.